ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലുള്ള സത്യങ്ങളാണ് കഥകളെന്ന രൂപത്തിൽ പറയുന്നത്. നമുക്ക് ഇന്ന് മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. ആദ്യം അവൻ കർത്താവ് പ്രത്യക്ഷനായത് ഒരു സ്ത്രീക്കാണ്. സ്ത്രീകളായ നമ്മൾക്ക് അത് അഭിമാനിക്കാവുന്നതാണ്. കാരണം ഒരു സ്ത്രീക്കാണ് കർത്താവ് പ്രത്യക്ഷനായതും അവൾക്ക് ഒരു ദൗത്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. അവരും ഓടി, രണ്ടുപേരും ഒന്നിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ ശീമോൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടുവാൻ കഴിവുള്ളതുകൊണ്ട് ആദ്യം എത്തി കുനിഞ്ഞു നോക്കി ശീലുകൾ കിടക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസും എത്തി കല്ലറയ്ക്കൽ കടന്നു. അപ്പോൾ മറ്റേ ശിഷ്യനും അകത്ത് കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാല് ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് കിടക്കുന്നതും കണ്ടു. അവർ വിശ്വസിച്ചു. അവർക്ക് മനസ്സിലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ അങ്ങനെ വീട്ടിലേക്ക് പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനെല്ലാം അവിടെ കുഴിഞ്ഞു നോക്കിയപ്പോൾ അവിടെ 2 വെള്ള വസ്ത്രം ധരിച്ച് 2 ദൂതന്മാരെ കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്ന എന്തിനാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്നറിയില്ല. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നോക്കം തിരിഞ്ഞ് ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു എന്ന് അവൾക്ക് അറിഞ്ഞില്ല. അപ്പോൾ അവൾ വിചാരിച്ചത് തോട്ടക്കാരനെന്ന്. അപ്പോൾ യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്ന എന്ത്? അപ്പോൾ തോട്ടക്കാരനെന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറ, അവനെ എവിടെ വെച്ച് എന്ന് പറ, ഞാനത് അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. അവളുടെ ധൈര്യം, ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാനുള്ള ധൈര്യമാണ് അവളെ കണ്ടത്. അപ്പോൾ യേശു അവളോട് മറിയേ എന്ന് വിളിച്ചു. ആ സ്നേഹമുള്ള വിളി, ആ ഇമ്പമുള്ള വിളി ഉടനെ അവൾക്ക് മനസ്സിലായി. അവൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, റിബൂനി, അതിന് ഗുരു എന്നാണ് അർത്ഥം. യേശു അവളോട് പറഞ്ഞു, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറക, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ഉടനെ മഗ്ദലക്കാരത്തി ഓടി ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. നമുക്ക് ഈ വാക്യം ഒന്നും കൂടെ പഠിക്കാം. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അനേക ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. അതിലൊന്നാമത്തത്, മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കലെത്തി. കർത്താവിനോടുള്ള സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. രണ്ടാമതായി, മറിയ കർത്താവിനെ ആഴമായി സ്നേഹിച്ചു. അതറിയുന്ന കർത്താവ് അവൾക്ക് പ്രത്യക്ഷനായി. അവൾ സ്ത്രീയാണ്, എന്നിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന സുവിശേഷം ശിഷ്യന്മാരോട് അറിയിക്കുന്നത് കർത്താവ് അബലയായ സ്ത്രീയെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് സ്ത്രീകളായ നമ്മളും നമ്മുടെ ഡ്യൂട്ടി വിശ്വസ്തയോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. നാലാമതായി, കർത്താവ് അവളെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നു. അവൾ കർത്താവിനെ നമസ്കരിക്കുന്നു. റിബൂനി എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവ്, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനുള്ളവരായിട്ട് ജീവിപ്പാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ ഇമ്പമായിട്ട് സ്നേഹിപ്പാൻ, കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പറവാൻ ഞങ്ങളെ സഹായിക്കണം. പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്തിയാൽ എപ്പോൾ ആൻറ്റി ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.